ലോകകപ്പിന്റെ ഫൈനലിൽ കിരീടം തേടി ഇന്ത്യ ഇന്നിറങ്ങുകയാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണി മുതലാണ് മത്സരം നടക്കുന്നത്. മൂന്നാം T20 ലോക കിരീടം ലക്ഷ്യമിട്ടാണ് സൂര്യകുമാറും സംഘവും ഇന്ന് കളത്തിലിറങ്ങുകയും ചെയ്യുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസന്റെ ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ 2 മത്സരത്തിലും ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ലായി മാറിയ സഞ്ജു ഇന്നത്തെ മത്സരത്തിലും അതേ ഫോം തുടർന്നാൽ ന്യൂസിലൻഡിനെതിരെ ഒരു മികച്ച സ്കോർ ഇന്ത്യക്ക് കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലെ സഞ്ജുവിന്റെ പെർഫോമൻസ് അത് എല്ലാവർക്കും വലിയ പ്രതീക്ഷ നൽകുന്നതുമുണ്ട്. ഇന്ത്യൻ ടീമിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്പിന്നർ കുൽദീപ് യാദവ് ടീമിലെത്തിയാൽ വരുൺ ചക്രവർത്തിയോ അല്ലെങ്കിൽ ലക്ഷദ്വീപ് സിംഗോ പുറത്തയക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം വരുൺ ചക്രവർത്തിക്ക് പകരം ഈ ടീമിൽ സിറാജിനെ കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ ടീം മാനേജ്മെന്റ് ഈ ഒരു അവസാന നിമിഷത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുമെന്ന് പറയാൻ കഴിയില്ല. അഭിഷേക് ശർമ്മ ഫോമിലേക്ക് ഉയരാത്തത് മാത്രമാണ് ടീമിന്റെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എങ്കിലും ഓപ്പണർ റോളിൽ അഭിഷേക് തന്നെ ടീമിലേക്ക് എത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന ഒരു വിവരവും. T20 ലോകകപ്പിൽ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് പക്ഷേ ന്യൂസിലൻഡ് ഇറങ്ങുന്നത്. മിച്ചൽ സാൻഡറാണ് കിവീസിന്റെ നായകൻ. ടൂർണമെന്റിൽ പരാജയമറിയാതെ വന്ന ദക്ഷിണാഫ്രിക്കയാണ് സെമിയിൽ ന്യൂസിലൻഡ് പരാജയപ്പെടുത്തിയത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയും. ഓപ്പണർമാരായ ടിം സെയ്ഫർട്ട്, ഫിൻ അലൻ എന്നിവരുടെ പ്രകടനമാണ് ന്യൂസിലൻഡ് ടീമിൽ നിർണായകമായി മാറുന്നത്. ഇരുവരും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിലൂടെ മികച്ച സ്കോർ കണ്ടെത്താൻ കഴിയുമെന്നാണ് ടീമിന്റെ തന്നെ വിലയിരുത്തൽ. രജിൻ രവീന്ദ്രയുടെ ഓൾറൗണ്ട് മികവും ടീമിന് ഗുണകരമായി മാറും. മത്സരഗതി മാറ്റിമറിക്കാനുള്ള കെൽപ്പുള്ള ഓഫ് സ്പിന്നർ കോൾ മക്കോനിയാണ് കിവീസിന്റെ വജ്രായുധം. മാറ്റ് ഹെൻറി കൂടി ബോളിംഗ് നിരയിലേക്ക് വരുന്നത് വലിയ കരുത്താണ് ന്യൂസിലൻഡിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നത്. സ്പിന്നർ ഇഷ്സോദിയെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ ജെയിംസ് നിഷാം ഇന്ന് ടീമിന് പുറത്തേക്ക് പോകേണ്ടി വരും. എന്നതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങൾ ന്യൂസിലൻഡ് ടീമിൽ വരാൻ സാധ്യതയില്ല. T20 ലോകകപ്പിൽ ഇന്ത്യ ഇതുവരെ 2 കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. നിലവിൽ 2 കിരീടങ്ങളുമായി വെസ്റ്റ് ഇൻഡീസിനും ഇംഗ്ലണ്ടിനും ഒപ്പമാണ് ഇന്ത്യ പട്ടികയിലുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ കിരീടം നേടാൻ സൂര്യകുമാറിനും സംഘത്തിനും കഴിഞ്ഞാൽ T20 ലോകകപ്പ് ഏറ്റവും കൂടുതൽ നേടിയ രാജ്യം എന്നുള്ള ഒരു പേര് കൂടി ഇന്ത്യക്ക് ലഭിക്കും. ഏതായാലും തുടർച്ചയായ 2ാം തവണയും ഫൈനലിൽ എത്തുമ്പോൾ ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് അഹമ്മദാബാദിലെ കാണികൾക്ക് മുന്നിൽ കപ്പ് ഉയർത്തുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടെ ആയിരിക്കും സൂര്യകുമാറും സംഘവും ഇറങ്ങുക എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ സഞ്ജുവിന്റെ വെടിക്കെട്ടാണ് ആരാധകർ പക്ഷേ കാത്തിരിക്കുന്നത്. Under Day NRLM provides financial support to self-help groups and through sent Nari Shakti to their members. Central to you since 1911.